പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് മാതൃഭൂമി ചാനൽ 28,432 പേരുടെ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരു സർവേയുടെ ഫലത്തിൻ്റെ അവർ നടത്തിയിട്ടുള്ള സർവേയുടെ ക്വാർട്ടർ അതിൻ്റെ കാൽഭാഗം അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ, അതായത് 140 നിയോജക മണ്ഡലങ്ങളിലും അവർ സർവേ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും MLA-മാരുടെ പ്രവർത്തനത്തെ അവർ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരതിനെ റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വാർട്ടർ ഒരു ദിവസം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 35 സീറ്റ്സിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് ഇന്ന് അവർ അവതരിപ്പിച്ചു. നാളെ മറ്റൊരു 35 സീറ്റ്സ് അവർ അവതരിപ്പിക്കും. അങ്ങനെ 4 ദിവസങ്ങളിലായി 140 മണ്ഡലങ്ങളിലെയും സൂചനകൾ നമുക്ക് നൽകാനാണ് മാതൃഭൂമി ശ്രമിച്ചത്. ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാതൃഭൂമി എന്നല്ല ഏത് ഏജൻസി നടത്തുന്ന സർവേയും ശരിയാകാൻ സാധ്യതയില്ല. അതേസമയം ലോക് പോളിൻ്റെ ഇപ്പോൾ 2ാം ഘട്ട സർവേ കഴിഞ്ഞ 2021 നടത്തിയ സർവേ 80 സീറ്റുകൾ വരെയാണ് ഇടതുപക്ഷത്തിന് പ്രവചിച്ചത്. അതാണ് അവർക്ക് 99 സീറ്റ് വരെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഞാൻ കരുതുന്നത് അതായത് ലോക് പോളിൻ്റെ ആ സർവേ കുറേ കൂടി ഒരു ആര് വിജയിക്കാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. ആ വിജയിക്കാൻ പോകുന്ന മുന്നണി നേടാൻ പോകുന്ന നമ്പർ ഓഫ് സീറ്റ്സ് കൃത്യമായി അവർ പ്രവചിച്ചോളണമെന്നില്ല എന്നാണ് ലോക് പോളിൻ്റെ സർവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക് പോളിൻ്റെ സർവേ 86 സീറ്റ് വരെ UDF നേടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ മാതൃഭൂമി നടത്തിയ സർവേയിൽ 35 സീറ്റുകളിൽ നിന്ന് അവർ സർവേ നടത്തിയപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ പറയുന്നത് അതിൽ 16 സീറ്റുകൾ LDFും 16 സീറ്റ് UDFും നേടും. എന്നാൽ അവർ ഇപ്പോൾ ഈ തിരഞ്ഞെടുത്ത 35 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരം, ഇടുക്കി, നെയ്യാറ്റിൻകര എന്നീ 3 മണ്ഡലങ്ങളുണ്ട്. അതിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു മണ്ഡലവും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും ഓരോ മണ്ഡലങ്ങളുമാണുള്ളത്. അപ്പോൾ അതിൽ ഈ 3 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ LDFന് വിജയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈ 3 സീറ്റുകൾ ഇനി ആര് വിജയിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 16 മുതൽ 19 വരെ സീറ്റുകൾ UDFും 16 മുതൽ 18 വരെ സീറ്റ് LDFും നേടാം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇടുക്കിയും നെയ്യാറ്റിൻകരയും മഞ്ചേശ്വരമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇടുക്കിയും നെയ്യാറ്റിൻകരയും LDF നേടുകയാണ് എങ്കിൽ 18 സീറ്റ് വരെ അവർ നേടാം. എന്നാൽ ഈ 3-ൽ മഞ്ചേശ്വരം സീറ്റ് LDF നേടാനുള്ള സാധ്യത ഇല്ലാതിരിക്കെ ഇടുക്കിയും നെയ്യാറ്റിൻകരയും UDF നേടാനാണ് സാധ്യത, BJP നേടാൻ സാധ്യതയില്ല എന്നിരിക്കും. അപ്പോൾ ഇടുക്കി നെയ്യാറ്റിൻകരയും മഞ്ചേശ്വരവും കൂടി UDF നേടുകയാണെങ്കിൽ 16 മുതൽ 19 വരെ സീറ്റുകൾ നേടാം. അതേസമയം മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തിന് വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് BJP 16 മുതൽ 18 വരെ സീറ്റ് നേടാം. പക്ഷേ മാതൃഭൂമി പറയാതിരുന്ന ഒരു ചാൻസ്, ഒരു സാധ്യത ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ കാണുന്നത്, അതായത് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വിജയിക്കുന്നത്, ഞാൻ കാസർഗോഡ് നിന്നുള്ള ചില അധ്യാപകരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് അസംബ്ലി സെഗ്മെൻറ്റിൽ മുസ്ലിം ലീഗ് തന്നെ വിജയിക്കുകയുള്ളൂ. പക്ഷേ അതായത് BJPയുടെ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഞാൻ പറയുന്നത്. അതേസമയം ഈ മഞ്ചേശ്വരം മണ്ഡലം അങ്ങനെയല്ല, അവിടെ വേണമെങ്കിൽ BJPക്കും വിജയിക്കാം. പക്ഷേ BJP വിജയിക്കാതിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ചില ആളുകൾ UDFന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മഞ്ചേശ്വരത്ത് BJP വിജയിക്കാതിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ഒരു ചെറിയ വിഭാഗം ജനങ്ങളെങ്കിലും ഇത്തവണ മഞ്ചേശ്വരത്ത് BJPയെ പിന്തുണക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ തോന്നൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയായി ഞാൻ കാണുന്നത് മഞ്ചേശ്വരമാണ്.
നേമത്തേക്കാളും വട്ടിയൂർക്കാവിനേക്കാളും അല്ലെങ്കിൽ മലമ്പുഴ, പാലക്കാട് പോലെയുള്ള പല മണ്ഡലങ്ങളുണ്ട് ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ള. ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഈ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവൊക്കെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബി ജെ പി മഞ്ചേശ്വരത്ത് വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പക്ഷേ ഈ സീറ്റുകളുടെ എണ്ണം ഇങ്ങനെ വന്നേക്കാം: 17-17-1 അങ്ങനെ വരാം. 17 എൽ ഡി എഫിനും 17 എൽ ഡി എഫിനും ഒരു സീറ്റ് ബി ജെ പിക്കും, അല്ലെങ്കിൽ 18 സീറ്റ് യു ഡി എഫിനും. കാരണം മഞ്ചേശ്വരം നിൽക്കുന്നത് കൊണ്ട് 18 സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എക്കും ബാക്കി വരുന്ന സീറ്റുകൾ 16 സീറ്റുകൾ. അതായത് ഈ കടുത്ത മത്സരം നിലനിൽക്കുന്ന 2 മണ്ഡലങ്ങൾ യു ഡി എഫ് നേടുകയാണെങ്കിൽ 18 സീറ്റ് യു ഡി എഫിന്, ഒരു സീറ്റ് എൻ ഡി എക്ക്. അപ്പോൾ 16 സീറ്റിൽ തന്നെ, ഇപ്പോൾ ഈ പ്രവചിച്ച 16 സീറ്റിൽ തന്നെ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കും. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 19 സീറ്റുകൾ യു ഡി എഫ് നേടുകയും 16 സീറ്റ് എൽ ഡി എഫ് നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത 18 സീറ്റ് യു ഡി എഫ് നേടുകയും 17 സീറ്റ് എൽ ഡി എഫ് നേടുകയും ചെയ്യുക എന്നുള്ളതാണ്. എൽ ഡി എഫ് നേടാവുന്ന മാക്സിമം സീറ്റ് 18ആണ്. അങ്ങനെ 18 സീറ്റ് എൽ ഡി എഫ് നേടുകയും ഒരു സീറ്റ് ബി ജെ പി നേടുകയുമാണെങ്കിൽ, ഈ കടുത്ത മത്സരമുള്ള മഞ്ചേശ്വരം നേടുകയുമാണെങ്കിൽ 16 സീറ്റ് യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും 18 സീറ്റ് എൽ ഡി എഫും നേടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഒരുപക്ഷെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇനി നമ്മളിന്ന് കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ പറയാം. അതായത് ശബരിമല വിഷയത്തെ സംബന്ധിച്ച് അത് ആരെയാണ് ബാധിക്കുക എന്നുള്ള ചോദ്യത്തിന് 52.09% പ്രേക്ഷകരും അത് എൽ ഡി എഫിനെ ബാധിക്കും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഇവിടെ വലിയ രീതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് ഞാനൊന്ന് മനസ്സിലാക്കും. പിന്നെ ഈ 35 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നിലവിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിൽ 35 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കഴിഞ്ഞ തവണ 25 കോൺസ്റ്റിറ്റ്യുവൻസിയിലും വിജയിച്ചിരുന്നത്, ഇവരിപ്പോൾ തിരഞ്ഞെടുത്ത 35 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25ഇടത്തും വിജയിച്ചത് എൽ ഡി എഫ് ആണ്. യു ഡി എഫ് വിജയിച്ച 10 കോൺസ്റ്റിറ്റ്യുവൻസിയും എൽ ഡി എഫ് വിജയിച്ച 25 കോൺസ്റ്റിറ്റ്യുവൻസി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു സർവേ നടത്തിയത്. അപ്പോൾ അവരുടെ പ്രവചനപ്രകാരം റാന്നി, അരുവിക്കര, കുന്നത്തുനാട്, ഞാനിതൊന്ന് ഓർക്കാൻ വേണ്ടി അതിൻ്റെ ജില്ല ഉൾപ്പെടെ പറയാം. പത്തനംതിട്ട ജില്ലയിൽ നിലവിലിപ്പോൾ പ്രമോദ് നാരായണൻ, മുൻ SFI നേതാവ്, കേരള കോൺഗ്രസ് പ്രതിനിധി, MLA ആയിട്ടുള്ള റാന്നി അസംബ്ലി സെഗ്മെൻറ്റിൽ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അതിന് എനിക്ക് തോന്നുന്നു അത് ഏറെക്കുറെ സംഭവിക്കും. കാരണം ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ പ്രമോദ് നാരായണനും N ജയരാജനും സീറ്റുകൾ നൽകുന്നതിന് ഇത്തവണ ജോസ് കെ മാണി എതിരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രമോദ് നാരായണൻ അവിടെ സീറ്റ് ലഭിക്കാനിടയില്ല. അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന കാൻഡിഡേറ്റിന് ഈ റോഷി അഗസ്റ്റിൻ വിഭാഗം, അതായത് ഫലത്തിലിപ്പോൾ അവർ ഒന്നാണെങ്കിലും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനകത്തൊരു റോഷി അഗസ്റ്റിൻ വിഭാഗമുണ്ട്. അപ്പോൾ ആ റോഷി വിഭാഗം ഈ സീറ്റ് പ്രമോദ് നാരായണനല്ല നൽകുന്നതെങ്കിൽ അവിടെ പാരവെക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ എൽ ഡി എഫ് പരാജയപ്പെടാനും സാധ്യതയുണ്ട്. കാരണം റോഷി അഗസ്റ്റിനെ ജോസ് കെ മാണി തോൽപ്പിക്കും. കാരണം പാർട്ടിക്കകത്ത് ചെയർമാനേക്കാൾ വലിയൊരു അധികാര കേന്ദ്രമായി മന്ത്രി റോഷി അഗസ്റ്റിൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ റോഷിയെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റാന്നിയാണ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം. മുൻ സ്പീക്കറായിരുന്ന G കാർത്തികേയൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥ് എല്ലാം പ്രതിനിധാനം ചെയ്തിരുന്ന, ഇപ്പം നിലവിൽ CPMൻ്റെ MLA ഉള്ള അരുവിക്കര കോൺസ്റ്റിറ്റ്യുവൻസി യു ഡി എഫ് പിടിച്ചെടുത്തേക്കെന്ന് പറയുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പ്രത്യേകത, അവിടെ 2020 ചില സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പ്രത്യേകത, അവിടെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളത് ഇപ്പം നിലവിലുള്ള MLAയും അതിന് മുമ്പ് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി വിജയിച്ചു വന്ന MLAയുമാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളത്. ഈ കുന്നത്തുനാട് കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അതായത് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗം മുമ്പ് 2020 പിന്തുണച്ചിരുന്നു. അവരുടെ ആ പിന്തുണ ഇത്തവണ 2020 ലഭിക്കുകയില്ല എന്നും ആ
മുസ്ലിം ജനവിഭാഗം കുന്നത്തുനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും അവർ UDFിനൊപ്പം നിൽക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് ഇവർ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും 200ഓളം ആളുകളെ കണ്ട് സർവേ നടത്തി, 200-ന് മേലെ. അതുപോലെ തന്നെ 200-ന് മേലെ ആളുകളെ കണ്ട് സർവേ നടത്തിയെന്ന് മാത്രമല്ല, അതിൽ പ്രൊഫഷണലുകൾ, ഗവൺമെൻറ് എംപ്ലോയീസ്, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ, അതുപോലെ വീട്ടമ്മമാർ, ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേ ആണെന്നാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുന്നത്തുനാട് നിന്നുള്ള ഈ സൂചന ശരിയായിരിക്കാം. തവനൂർ മണ്ഡലം LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലമായിട്ട് ആണ് അവർ പറയുന്നത്. തൃശ്ശൂർ മണ്ഡലം LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് മാതൃഭൂമി സർവേ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ മണ്ഡലം. തവനൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ മുൻ മന്ത്രി KT ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന 2011 ഡീലിമിറ്റേഷന് ശേഷം മലപ്പുറം ജില്ലയിൽ പുതുതായി രൂപം കൊണ്ട മണ്ഡലമാണ് തവനൂർ മണ്ഡലം. അവിടെ ഇന്നേ വരെ LDF മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് UDF പിടിച്ചെടുക്കും എന്നുള്ളതിൻ്റെ സൂചന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒരിടത്തും ഇത്തവണ LDF വിജയിച്ചിട്ടില്ല. അതായത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ LDFന് ഒരു പ്രതിനിധിയില്ല. പിന്നെ മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുന്ന. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നേരത്തെ നമ്മൾ റാന്നി പറഞ്ഞു, അടൂർ കോൺസ്റ്റിറ്റ്യുവൻസി പിടിച്ചെടുക്കും. ഇതിൽ സംവരണ മണ്ഡലങ്ങൾ വരുന്നുണ്ട്, പലതും സംവരണ മണ്ഡലങ്ങളാണ്. അടൂർ കോൺസ്റ്റിറ്റ്യുവൻസി പിടിച്ചെടുക്കും. ഇടുക്കി ജില്ലയിലെ പീരുമേട് കോൺസ്റ്റിറ്റ്യുവൻസി കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ്. ആ പീരുമേട് കോൺസ്റ്റിറ്റ്യുവൻസി ഇത്തവണ UDF പിടിച്ചെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ നിലവിൽ ആൻ്റണി രാജു, ഇടക്കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു, രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യകാലത്ത് മന്ത്രിയായിരുന്ന ആൻ്റണി രാജു പ്രതിനിധാനം ചെയ്യുന്ന തിരുവനന്തപുരം മണ്ഡലം ഇത്തവണ UDF പിടിച്ചെടുക്കും. ഒരുപക്ഷെ അവിടെ CP ജോൺ മത്സരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ മികച്ചതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ മികച്ചതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ എന്ന് അവകാശപ്പെടുന്നവരാണ്, എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും. അതിൻ്റെ ഒരു കണക്ക് ഞാനിവിടെ എഴുതി വച്ചിരുന്നു, നോക്കട്ടെ. ആ വീഡിയോ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പിന്നീട് വിശദമായി സംസാരിക്കാനൊക്കെ കഴിയും. എന്തായാലും ഒരു 20%, ഇപ്പോൾ അത് കാണുന്നില്ല, ഇവിടെ എഴുതി വച്ചിരുന്നു, 20% താഴെ ആളുകളാണ് രണ്ടാം പിണറായി സർക്കാരാണ് മികച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നത്. 80% അടുത്ത് വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ 80%ഓളം ആളുകൾ ഒന്നാം പിണറായി സർക്കാരായിരുന്നു മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. മറ്റൊരു ചെറിയ കാര്യം നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ചാനലിൽ ഇന്ത്യക്കാർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരുന്നത് ഒമാനിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഇപ്പോൾ അത് UAE ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ടാമത്തെ രാജ്യമായി UAE മാറിയിട്ടുണ്ട്. ഏറെക്കുറെ പെർസെൻറ്റേജ് സെയിമാണ്, UAE മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ, പ്രായത്തിൽ മുതിർന്ന ആളുകളാണ് നമ്മുടെ ചാനൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ ചാനൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് 55 വയസ്സിന് മുകളിലുള്ളവരാണ്. പിന്നീട് രണ്ടാമത്തെ ഏജ് ഗ്രൂപ്പ് അതിന് തൊട്ട് താഴെ വരുന്ന 45 മുതൽ 54 വയസ്സ് വരെയുള്ള ആളുകളുമാണ്. നന്ദി, നമസ്കാരം.